നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള UPI ആപ്പാണ് ഗൂഗിൾ പേ. ഫോൺ പേ, ഭാരത് പേ, പേടിഎം പോലുള്ള നിരവധി UPI ആപ്പുകൾ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള ആപ്പ് ഗൂഗിൾ പേ ആണ്. കൊറോണ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു UPI ആപ്പുകളുടെ ഉപയോഗം ഏറെ ജനപ്രിയമായത്. ഇന്നിപ്പോൾ രാജ്യത്തിലെ കുഗ്രാമങ്ങൾ വരെ UPI ആപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും ജനപ്രിയമായി കഴിഞ്ഞിരിക്കുകയാണ് UPI ആപ്പുകൾ. ആദ്യം ടെസ്റ്റ് എന്ന പേരിലായിരുന്നു ഈ ആപ്പ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഈ ആപ്പിനെ ഗൂഗിൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഗൂഗിൾ പേ എന്ന പേര് നൽകിയത്. മാത്രമല്ല നിരവധി ഫീച്ചറുകളും ഗൂഗിൾ പേ ആപ്പിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ ക്യാഷ് ബാക്ക് പോലുള്ള നിരവധി ഓഫറുകളും ആപ്പ് നൽകിയിരുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ഗൂഗിൾ പേക്ക് ഇത്രയും അധികം ഉപയോക്താക്കൾ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗൂഗിൾ പേ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചാലോ? ഇത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗൂഗിൾ പേ തങ്ങളുടെ സേവനം ഉടൻ നിർത്താൻ പോകുന്നു എന്നാണ് ഈ വാർത്ത. ഈ വർഷം ജൂൺ 4-നായിരിക്കും ഗൂഗിൾ പേ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഇതിനുശേഷം ഈ ആപ്പിന്റെ പ്രവർത്തനം ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഗൂഗിൾ പേയുടെ ഇന്ത്യൻ ഉപയോക്താക്കൾ ഭയപ്പെടേണ്ടതില്ല. ഇന്ത്യയിലല്ല ഗൂഗിൾ പേ ഈ മാറ്റം കൊണ്ടുവരുന്നത്, അമേരിക്കയിലാണ്. അമേരിക്കയ്ക്ക് പുറമെ മറ്റു ചില രാജ്യങ്ങളിലും ഗൂഗിൾ തങ്ങളുടെ ഗൂഗിൾ പേ പിൻവലിക്കുന്നുണ്ട്. ഇതിനു പകരം ഗൂഗിൾ വാലറ്റ് എന്ന പുതിയ ആപ്പ് പരിചയപ്പെടുത്താനാണ് ഗൂഗിളിന്റെ ശ്രമം. ഇന്ത്യയിൽ ഏതായാലും ഗൂഗിൾ പേ പിൻവലിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. കാരണം ഗൂഗിൾ പേക്ക് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആയതിനാൽ തന്നെ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഗൂഗിൾ പേ പിൻവലിക്കാൻ സാധ്യതയില്ല. അതേസമയം ഗൂഗിൾ പുതുതായി അവതരിപ്പിക്കുന്ന ഗൂഗിൾ വാലറ്റും ചിലപ്പോൾ ഇന്ത്യയിൽ പുറത്തിറങ്ങിയേക്കും. ഒരു ഡിജിറ്റൽ വാലറ്റ് എന്ന നിലയിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം. ഉപയോക്താക്കളെ ആകർഷിക്കാനായി പലപ്പോഴും ക്യാഷ് ബാക്ക് പോലുള്ള ഓഫറുകളും ഗൂഗിൾ പേ അവതരിപ്പിക്കാറുണ്ട്. പ്രധാനമായും ദീപാവലി, നവരാത്രി പോലുള്ള ആഘോഷവേളകളിലായിരിക്കും ഇത്തരത്തിലുള്ള ഓഫറുകൾ ഇവർ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പണമിടപാട്. ധാരാളമായി ഗ്രാമപ്രദേശങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല ഭൂരിഭാഗം ജനങ്ങളും നിരക്ഷരരുമാണ്. ആയതിനാൽ തന്നെ ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാട് വലിയ രീതിയിൽ വിജയിക്കില്ല എന്നതായിരുന്നു പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത്. എന്നാൽ ഇവരുടെ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാട് വ്യാപിച്ചത്. നിലവിൽ രാജ്യത്തിന്റെ പല കുഗ്രാമങ്ങളിലും UPI പണമിടപാടിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. മാത്രമല്ല കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ UPI പണമിടപാട് നടത്തുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പണമിടപാടുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ടാറ്റയുടെ നിയന്ത്രണത്തിലും പുതിയ UPI ആപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആപ്പ് പുറത്തിറങ്ങിയാൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്പുകൾക്ക് ഇതൊരു വെല്ലുവിളിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.